എസെൻഷ്യൽ കോൺസെപ്റ്റ്സ് കൺസേണിങ് ടു റിസർച്ച് ഡിസൈൻ. ഒരു റിസർച്ച് ഡിസൈനുമായി ബന്ധപ്പെട്ട എസെൻഷ്യൽ കോൺസെപ്റ്റ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റത്താണ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഒന്നാമത്തെ കോൺസെപ്റ്റാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ദോസ് വേരിയബിൾ വിച്ച് ഇൻഫ്ലുവൻസ് അനദർ വേരിയബിൾ. മറ്റൊരു വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിൾസാണ് എന്ത്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞത്. Dependent variables. It is a variable which is always dependent on another variable. മറ്റൊരു വേരിയബിളുമായിട്ട് എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളാണ് എന്തെന്ന് പറയുന്നത്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതായത് ദാറ്റ്സ് മീൻസ് ഇറ്റ്സ് വാല്യൂ ഈസ് ഡിറ്റർമിൻഡ് ബൈ അനദർ വേരിയബിൾ. അതിനർത്ഥം എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ എന്താണ്? മറ്റൊരു വേരിയബിളാണ് എന്ത് ചെയ്യുക? ഡിറ്റർമിൻ ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏജ്. ഹൈറ്റ് എന്താണ്? ഏജിനെ ഡിപ്പെൻഡ്സ് ചെയ്യുന്നത്. ഇയർ ഹൈറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അതേപോലെ എന്താണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏജ് ആണ്. രണ്ടാമത്താണ് എന്ത്? എക്സ്ട്രാനിയസ് വേരിയബിൾ. It is a second independent variable because it alters the relationship between independent and dependent variable. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. കാരണം എന്താ? അത് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ റിലേഷൻഷിപ്പ് എന്താ ആൾട്ടർ ചെയ്യുന്നുണ്ട്. Simply, it is an undesirable variable which change the relationship between independent and dependent variable. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഇതൊരു അൺഡിസൈറബിൾ ആയിട്ടുള്ള വേരിയബിൾ ആണ്. കാരണം എന്താ? ഇതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ റിലേഷൻഷിപ്പിന് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ് ആഡ് എറർ ടു അവർ സ്റ്റഡി. നമ്മൾ സ്റ്റഡിയിലൊരു എറർ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ട്രാനിയസ് വേരിയബിൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ്. ഈ കേസിൽ എന്താ? അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. സെയിൽ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ അഡ്വർടൈസ്മെൻറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ സെയിൽസ്. എന്താ? നമ്മളെന്താണ്? അഡ്വർടൈസ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളെന്താണ്? സെയിൽ കൂടുന്നുണ്ട്. സം ടൈംസ് ദ സെയിൽസ് മേ ബി ഇൻക്രീസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ക്വാളിറ്റി. ചിലപ്പോൾ എന്താണ്? നമ്മളെ സെയിൽസ് എന്ത് ചെയ്യും? നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് എന്ത് ചെയ്യാണ്ട് ഇൻക്രീസ് ചെയ്യാറുണ്ട്. ദ ക്വാളിറ്റി ഈസ് നോൺ ആസ് എക്സ്ട്രാനിയസ് വേരിയബിൾ. ഇവിടെ ക്വാളിറ്റി എന്ന് പറയുന്നതാണ് എന്ത്? എക്സ്ട്രാനിയസ് വേരിയബിൾ. അതൊരെന്താണ്? അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് ക്വാളിറ്റി. മൂന്നാമത്താണ് കൺട്രോൾ. The effect of extraneous variables should be minimized as far as possible. The term control is used when we design the study by minimizing the effect of extraneous variable. എന്താ പറയുന്നത്? കൺട്രോൾ പറയുന്നത് നമ്മളെ എക്സ്ട്രാനിയസ് വേരിയബിളിൻ്റെ എന്താണ് എഫക്റ്റ് എന്താണ്? മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നിടത്തോളം അതിൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ എക്സ്ട്രാനിയസ് വേരിയബിളിൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യുക? കുറച്ചുകൊണ്ട് മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്റ്റഡി ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലാണ് നമ്മളെന്താണ് കൺട്രോൾ എന്ന ടേം വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ കോൺസെപ്റ്റാണ് എന്തെന്ന്? കൺട്രോൾ. നാലാണെന്ത്? കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ്. അതായത് ആശയക്കുഴപ്പത്തിലായ ബന്ധം എന്ന് പറയുന്നതിൻ്റെ മലയാളം മീനിങ്. If the dependent variable is not free from the influence of extraneous variable, such a relationship is known as confounded relationship. എന്താണ് കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ നമ്മൾ എക്സ്ട്രാനിയസ് വേരിയബിളിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് ഫ്രീ ആയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നാലാമത്തെ കോൺസെപ്റ്റാണ് എന്ത്? കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അഞ്ചാമത്താണ് എന്ത്? റിസർച്ച് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോത്തസിസ് ഇസ് എ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി റിസർച്ച് പ്രോബ്ലം. ഒരു റിസർച്ച് പ്രോബ്ലത്തെ പറ്റിയിട്ടുള്ള ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യും? സെറ്റ് ചെയ്യും. The research hypothesis is a predictive statement that relates to an independent variable to the dependent variable. നമ്മളൊരു പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. എന്തിനെ പറ്റിയിട്ടുള്ളൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ പറ്റിയിട്ടും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത്? ഹൈപ്പോത്തസിസ്.
അപ്പോൾ എന്താണ് ഹൈപ്പോത്തസിസിൽ എന്തുണ്ടാവും? ഹൈപ്പോത്തസിസ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എന്താ ചെയ്യുന്നത്? ഹൈപ്പോത്തസിസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് അഞ്ചാമത്തെ ഒരു കോൺസെപ്റ്റാണ് എന്ത്? റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് എന്ത്? എക്സ്പെരിമെൻ്റൽ ആൻഡ് നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ച്. വെൻ ദ പേർപ്പസ് ഓഫ് റിസർച്ച് ഈസ് ടു ടെസ്റ്റ് എ ഹൈപ്പോത്തസിസ്. നമ്മൾ റിസർച്ചിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇറ്റ് ഈസ് ടേംഡ് ആസ് റിസർച്ച് ഹൈപ്പോത്തസിസ്. അതിനെന്ത് പറയും? റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറയും. ഇറ്റ് മേ ബി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ഓർ നോൺ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അതന്നെ എന്താ രണ്ട് തരത്തിലുണ്ട്. എന്തെങ്കിലും എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആയിരിക്കും, അല്ലെങ്കിൽ നോൺ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. When an independent variable is manipulated in a research, such a research is termed as experimental hypothesis testing research. ഒരു റിസർച്ചിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ, കൈകാര്യം ചെയ്യുമ്പോൾ അത്തരം റിസർച്ചാണ് എന്ത്? എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഇഫ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് നോട്ട് മാനിപ്പുലേറ്റഡ്, ഇറ്റ് ഈസ് കോൾഡ് നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ച്. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാനിപ്പുലേറ്റ് ചെയ്യാത്ത റിസർച്ചിന് നമ്മൾ എന്ത് ചെയ്യും? നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എ റിസർച്ച് വാണ്ട്സ് ടു സ്റ്റഡി വെദർ ദ ഇൻ്റലിജൻസ് അഫക്ട്സ് ദ മാർക്ക് സ്കോറിംഗ് എബിലിറ്റി ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻറ്റ്. നമ്മളെ ഇൻ്റലിജൻസ് എന്ത് ചെയ്യും? നമ്മളെ മാർക്ക് സ്കോറിങ്ങിൻ്റെ എബിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഒരു റിസർച്ചർ. ഫോർ ദിസ് പർപ്പസ് ഈ സെലക്ട് 60 സ്റ്റുഡൻസ് റാൻഡംലി. എന്ത് ചെയ്ത്? അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത്? റിസർച്ചർ എന്ത് ചെയ്ത്? 60 സ്റ്റുഡൻസിനെ റാൻഡംലി സെലക്ട് ചെയ്ത് ആൻഡ് ടെസ്റ്റ് ആസ് ദെയർ ബ്രെയിൻ പവർ ആൻഡ് മാർക്ക് സ്കോറിംഗ് എബിലിറ്റി ബൈ കാൽക്കുലേറ്റിംഗ് ദി കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ദി ടു സെറ്റ് ഓഫ് സ്കോർ. എന്ത് ചെയ്ത്? നമ്മളെന്താണ് അയാൾ ബ്രെയിൻ പവറും മാർക്ക് സ്കോറിങ്ങിൻ്റെ എബിലിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത്? ആ രണ്ട് സെറ്റ് സ്കോർ വെച്ചിട്ട് എന്ത്? കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്ത്. ദിസ് കേസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ച്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയണത്? നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. കാരണം എന്താ? ബ്രെയിൻ പവർ ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ രണ്ടെണ്ണം പറഞ്ഞല്ലേ, ബ്രെയിൻ പവറും അതേപോലെ മാർക്കും. ബ്രെയിൻ പവർ എന്ത് ചെയ്യുന്നുണ്ട്? മാർക്കിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? സ്കോർ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ എന്ത് ചെയ്തിട്ടില്ല? മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് എന്തെന്ന് പറയുന്നത്? നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. Suppose the researchers select 60 students who are doing a course in computer accounting. കമ്പ്യൂട്ടർ അക്കൗണ്ട് ചെയ്യുന്ന 60 സ്റ്റുഡൻസിന് എന്ത് ചെയ്ത്? റിസർച്ചർ സെലക്ട് ചെയ്ത്. അയാൾക്ക് എന്ത് വേണം? ഹി വാണ്ട്സ് ടു സ്റ്റഡി ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം ഓൺ ദി സ്റ്റുഡൻസ് പെർഫോമൻസ് ലെവൽ. എന്താണ് റിസർച്ചർ സ്റ്റഡി ചെയ്യുന്നതാണ്? എന്താണ് ആ ട്രെയിനിങ് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ലെവൽ എന്ത് ചെയ്യേണ്ടത്? അതിൻ്റെ എഫക്റ്റീവ്നെസ്. നമ്മൾ ആ ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ലെവലിൻ്റെ എഫക്റ്റീവ്നെസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? 60 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തത്. ഫോർ ദിസ് പർപ്പസ് ദ റിസർച്ചർ ഡിവൈഡ് 60 സ്റ്റുഡൻസ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. 2 ഗ്രൂപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്ത്? ആ സ്റ്റുഡൻസിനെ എന്ത് ചെയ്ത്? റിസർച്ചർ ഡിവൈഡ് ചെയ്ത് 30 ഗ്രൂപ്പ്സ് എക്സും 30 സ്റ്റുഡൻസ് ഇൻ ഗ്രൂപ്പ് വൈയും. ഗ്രൂപ്പ് എക്സ് ഗോയിങ് ടു യൂഷ്വൽ സ്റ്റഡി പ്രോഗ്രാം. അവർ പഠിക്കുന്ന എന്താ? യൂഷ്വൽ സ്റ്റഡിയാണ്. എന്നാൽ ഗ്രൂപ്പ് വൈയിലുള്ളതോ സ്പെഷ്യൽ സ്റ്റഡീസ് പ്രോഗ്രാംസിനെ പറ്റിയിട്ട് പഠിക്കുന്നതാണ് എന്ത്? ഗ്രൂപ്പ് വൈ. ഇതെന്താണ്? ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ചാണ്. കാരണം എന്താണ്? ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്തിരിക്കണേ? മാനിപ്പുലേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യാത്തതിന് നമ്മളെന്താ? നോൺ എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്നും, നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന റിസർച്ചിന് എന്താ? എക്സ്പെരിമെൻ്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്നും പറയും. നെക്സ്റ്റ് ആണ് എക്സ്പെരിമെൻ്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്സ്. When a group is exposed to some special condition in an experimental research, it is termed as experimental group. എന്തെങ്കിലും നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ ഏതെങ്കിലും ഗ്രൂപ്പിന് സം സ്പെഷ്യൽ കണ്ടീഷൻസിന് വിധേയമാകണമെങ്കിൽ അങ്ങനത്തുള്ള ഗ്രൂപ്പാണ് എന്ത്? എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്.
If the group is exposed of usual condition, it is termed as control group. ഇനി എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ ഏതെങ്കിലും എന്താണ് ഒരു ഗ്രൂപ്പ് എന്താണ് ഒരു യൂഷ്വൽ കണ്ടീഷൻസ് ആണ് വിധേയമാകുന്നത്, അങ്ങനത്തെ ഗ്രൂപ്പിനാണ് എന്തെന്ന് പറയുന്നത് കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു നേരത്തെ. ആ എക്സാമ്പിൾ ഗ്രൂപ്പ് എക്സ് എന്ന് പറയുന്നത് എന്താണ് കൺട്രോൾഡ് ഗ്രൂപ്പും ഗ്രൂപ്പ് വൈ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പാണ്. കാരണം എന്താ, അവിടെ എന്താണ് ഗ്രൂപ്പ് വൈയിൽ എന്താണ് സ്പെഷ്യൽ സ്റ്റഡീസ് പ്രോഗ്രാംസ് ആണ് അവർ പഠിക്കുന്നത്. ഗ്രൂപ്പ് എക്സിലെ സ്റ്റുഡൻസോ യൂഷ്വൽ സ്റ്റഡി പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിന് എന്തെങ്കിലും പ്രത്യേക അതായത് സ്പെഷ്യലായിട്ടുള്ള ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെയാണ് എന്ത് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്നും, യൂഷ്വൽ കണ്ടീഷൻസ് ആണെങ്കിൽ അതിനെന്താണ് കൺട്രോൾഡ് ഗ്രൂപ്പ് എന്നൊന്നും കൺട്രോൾ ഗ്രൂപ്പ്സ് എന്നാണ് പറയുക. നെക്സ്റ്റ് ആണ് ട്രീറ്റ്മെൻറ്റ്സ്. ട്രീറ്റ്മെൻറ്റ്സ് ആർ ദി ഡിഫറെൻറ്റ് കണ്ടീഷൻസ് അണ്ടർ വിച്ച് ദ ഗ്രൂപ്പ്സ് ആർ പുട്ട്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പുകളെ ഉൾപ്പെടുത്തുന്ന ഡിഫറെൻറ്റ് കണ്ടീഷൻസിനെയാണ് എന്തെന്ന് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ 2 ട്രീറ്റ്മെൻ്റ് ആണുള്ളത് അല്ലേ, സ്പെഷ്യൽ സ്റ്റഡീസ് പ്രോഗ്രാമും അതേപോലെ എന്താണ് യൂഷ്വൽ സ്റ്റഡി പ്രോഗ്രാമും. നെക്സ്റ്റ് ആണ് എക്സ്പെരിമെൻറ്റ്. ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് പ്രോസസ് ഓഫ് എക്സാമിനിങ് ദി ട്രൂത്ത് ഹൈപ്പോത്തിസിസ് റിലേറ്റിംഗ് ടു സം റിസർച്ച് പ്രോബ്ലം. നമ്മൾ റിസർച്ച് പ്രോബ്ലമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസിൻ എക്സാമിൻ അതിൻ്റെ ട്രൂത്ത് എന്ത് ചെയ്യുക, അതിൻ്റെ സത്യാവസ്ഥ എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് പരീക്ഷണം അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ എന്നാണ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ്. These are the predetermined plots where different treatments are applied. ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള പ്ലോട്ട്സ് ആണ് എന്തെന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് എന്ത് നമ്മളെ എസെൻഷ്യൽ കോൺസെപ്റ്റ്സ്.